എല്ലാവർക്കും മാൾ ഓഫ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കണ്ണൂർ പുതിയ തെരുവിലുള്ള അഹ്ലം റെസിഡൻസിലാണ്. ഞങ്ങളിവിടെ എൻട്രൻസിൽ യൂസ് ചെയ്തിട്ടുള്ളത് കോബിൾ സ്റ്റോൺസ് ആണ്. അത് ബ്ലാക്ക് റഫ് ഫിനിഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊരു സ്ലോപ്പി ഏരിയ ആണ്. ഈ കോബിൾ സ്റ്റോൺസ് കഴിഞ്ഞിട്ട് പോർച്ച് വരെ എസ് വൈറ്റിൻ്റെ 2x1 സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഹൊറിസോണ്ടൽ ഗ്രാസിൻ്റെ സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. പോർച്ചിലേക്ക് വരുമ്പോൾ പോർച്ചിൽ 2x2 ബ്ലാക്ക് ബോട്ടം സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു അഡീഷണൽ പാർക്കിംഗ് ഏരിയയിലാണ്. ഇവിടെ അഡീഷണൽ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്രാസ് പേവേഴ്സ് ആണ്. ഈ ഒരു ഗ്രാസ് പേവേഴ്സ് ഇവിടെ കൊടുക്കാൻ കാരണം ക്ലയൻറ്റിൻ്റെ ഒരു മേജർ റിക്വയർമെൻ്റ് ആയിരുന്നു മാക്സിമം ഗ്രീൻ ഏരിയ വേണമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ ഗ്രാസ് പേവേഴ്സ് കൊടുത്തിട്ടുള്ളത്. ട്രോപ്പിക്കൽ ടൈപ്പ് ഗാർഡൻ സ്റ്റൈൽസാണ് ഈ ഒരു ഓവറോൾ പ്രൊജക്റ്റിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എൻട്രൻസ് ഏരിയയിൽ തന്നെ കലാത്തിയുടെ ലൂട്ടിയ, അതുപോലെ തന്നെ സ്പൈഡർ ലില്ലി, പ്ലുമേറിയ ആൽബ, മൾട്ടിപ്ലസ് ബാംബു, ജയൻഡാരോ ഇങ്ങനത്തെ ഷെർബ്സാണ് കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രാസ് പേവേഴ്സ് കഴിഞ്ഞ് ഈ സിറ്റ് ഔട്ടിൻ്റെ എൻഡിലേക്കായിട്ട് 20x60 സൈസ് വരുന്ന ബ്ലാക്ക് ബോട്ടം സ്റ്റോൺസ് ആണ് ഈ ഒരു പോർഷനിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പേൾ ഗ്രാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഷെയ്ഡഡ് ഏരിയ ആയത് കാരണം കൊണ്ടാണ് ഇവിടെ നമ്മൾ പേൾ ഗ്രാസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ഗാർഡൻ സ്റ്റൈൽസിൽ ഈ ഒരു ഗ്രാസ് സ്റ്റോണിലേക്ക് മെർജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ ഒരു ഡിസൈൻസ് വരുന്നത്. നെക്സ്റ്റ് പുറകിലായിട്ട് ഒരു റിവർ പെബിൾസിൻ്റെ ഒരു പെബിൾ ബെഡ് ഉണ്ട്. അതുപോലെ തന്നെ താന്തൂർ സ്റ്റോൺസിൻ്റെ ഒരു പെഡസ്റ്റൽ പാത്ത് വേസും ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഔട്ട്ഡോർ കോർട്ട്യാർഡ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഏരിയയിൽ വർക്ക് ഏരിയയും റെസിഡൻസിനെയും കണക്ട് ചെയ്യുന്ന ഒരു വുഡൻ ഡെക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയാസുമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ ലാൻഡ്സ്കേപ്പ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.